അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡേസി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 2 ചൊവ്വാഴ്ച. ജനകീയ പ്രഖ്യാപനങ്ങളിലൂടെ മൂന്നാം ഭരണത്തിലേക്ക് വഴിയൊരുക്കാൻ പിണറായി സർക്കാർ ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ടുകൾ. ക്ഷേമ പെൻഷൻ കൂട്ടുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ധനവകുപ്പ് ആസൂത്രണ രേഖ തയ്യാറാക്കിയെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുൻപ് 100 രൂപ കൂട്ടി 1700 ആക്കാനാണ് ശുപാർശയെന്നും റിപ്പോർട്ടുകളുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് വീണ്ടും 100 രൂപ കൂട്ടാനുള്ള സാധ്യതകളും റിപ്പോർട്ടുകൾ പറയുന്നു. നടപ്പ് സാമ്പത്തിക വർഷം തന്നെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 1 ഗഡു DA കൂടി നൽകാനും ആലോചനയുണ്ട്. സർക്കാർ കാലാവധി കഴിയും മുൻപ് ശമ്പള പരിഷ്കരണം കൂടി പ്രഖ്യാപിച്ചാൽ ജനങ്ങളിൽ അനുകൂല നിലപാടുണ്ടാക്കാൻ ഇടയാക്കുമെന്നും ധനവകുപ്പ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ ജനകീയ പ്രഖ്യാപനങ്ങൾ നടത്തി മൂന്നാം ഭരണത്തിലേക്ക് വഴിയൊരുക്കുകയാണ് ലക്ഷ്യമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. കേരളം സമൃദ്ധമായ രീതിയിൽ ഓണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നാട്ടിലാകെ സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞു നിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഓണക്കാലത്ത് സ്വാഭാവികമായി ഉണ്ടാകേണ്ട വിലക്കയറ്റം തടഞ്ഞു നിർത്താനായി എന്നും വിപണിയിൽ കാര്യക്ഷമമായി ഇടപെടൽ നടത്തിയെന്നും പൊതുവിതരണ രംഗം സർക്കാർ ശക്തമാക്കിയെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സംസ്ഥാന സർക്കാരിന്റെ കൃത്യമായ ഇടപെടലുകളിലൂടെ വിലക്കയറ്റവും ക്ഷാമവുമില്ലാത്ത ഓണവിപണി സാധ്യമാക്കാൻ കഴിഞ്ഞതായി പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ. ഒരു ഉപഭോക്തൃ സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിൽ ഉത്സവകാലങ്ങളിൽ ഭക്ഷ്യധാന്യങ്ങൾ ഉൾപ്പെടെ എല്ലാ അവശ്യ വസ്തുക്കൾക്കും സ്വാഭാവികമായും വിലക്കയറ്റം ഉണ്ടാകുമെന്നും എന്നാൽ ഇതിൽ മുൻകൂട്ടി സപ്ലൈകോയ്ക്കും പൊതുവിതരണ വകുപ്പിനും വിപണിയിൽ ഫലപ്രദമായി ഇടപെടാൻ കഴിഞ്ഞുവെന്നും കേരളത്തിലെ 3.33 കോടി ജനങ്ങളിൽ 2 കോടി പേർക്കെങ്കിലും സർക്കാരിന്റെ വിപണി ഇടപെടലിന്റെ നേരിട്ടുള്ള പ്രയോജനം ലഭിച്ചതായും മന്ത്രി പറഞ്ഞു. സർക്കാർ ആശുപത്രികളിലേക്കുള്ള ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ വിതരണം നിർത്തി കമ്പനികൾ. ഉപകരണങ്ങൾ വാങ്ങിയ ഇനത്തിൽ 158 കോടി രൂപ സർക്കാർ കമ്പനികൾക്ക് നൽകാനുണ്ടെന്ന് വിതരണക്കാർ പറയുന്നു. മാർച്ച് 31 വരെയുള്ള കുടിശ്ശിക കൊടുത്തു തീർക്കാതെ ഉപകരണം വിതരണം ചെയ്യില്ലെന്ന് വിതരണക്കാരുടെ അസോസിയേഷൻ അറിയിച്ചു. സംസ്ഥാനത്തെ 21 സർക്കാർ ആശുപത്രികളിലേക്കുള്ള ഉപകരണങ്ങളുടെ വിതരണമാണ് നിലവിൽ നിർത്തിവച്ചിരിക്കുന്നത്. ഇതോടെ നിലവിലുള്ള സ്റ്റോക്ക് ഉപകരണങ്ങൾ കഴിഞ്ഞാൽ ആശുപത്രികൾ പ്രതിസന്ധിയിലാകും എന്നാണ് റിപ്പോർട്ടുകൾ. ബീഹാറിനെ അക്ഷരാർത്ഥത്തിൽ ഇളക്കിമറിച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി 16 ദിവസമായി നടത്തിവന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് പട്നയിൽ പടുകൂറ്റൻ റാലിയോടെ സമാപനം. ബീഹാറിലെ 20 ജില്ലകളിലൂടെ 1300-ലധികം കിലോമീറ്റർ സഞ്ചരിച്ചാണ് യാത്ര പട്നയിൽ എത്തിയത്. പട്നയിലെ ഗാന്ധി മൈതാനിയിൽ നിന്ന് ആരംഭിച്ച സമാപന പദയാത്രയിൽ പങ്കെടുക്കാനെത്തിയത് 10,000-ങ്ങളാണ്. വോട്ട് ചോരി എന്നാൽ നമ്മുടെ അവകാശങ്ങൾ സംവരണം, തൊഴിൽ, വിദ്യാഭ്യാസം, ജനാധിപത്യം എന്നിവയുടെ മോഷണമാണെന്ന് സമാപന സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു. BJP ജനങ്ങളുടെ റേഷൻ കാർഡും ഭൂമിയും തട്ടിയെടുത്ത് അദാനിക്കും അംബാനിക്കും നൽകുമെന്നും അദ്ദേഹം വിമർശിച്ചു. വോട്ടർ അധികാർ യാത്രയ്ക്ക് ലഭിച്ച ജനപിന്തുണയ്ക്ക് അദ്ദേഹം നന്ദി പറഞ്ഞു. താൻ മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനം ആറ്റം ബോംബായിരുന്നെങ്കിൽ അതിലും വലിയ ഹൈഡ്രജൻ ബോംബ് കൈവശമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ആ ഹൈഡ്രജൻ ബോംബിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജ്യത്തിന് മുന്നിൽ മുഖം കാണിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയ അതേ ശക്തികളാണ് ഡോക്ടർ BR അംബേദ്കറുടെയും മഹാത്മാഗാന്ധിയുടെയും ഭരണഘടനയെ തകർക്കാൻ ശ്രമിക്കുന്നതെന്നും ഇന്ത്യയുടെ ഭരണഘടനയെ തകർക്കാൻ ഞങ്ങൾ അവരെ അനുവദിക്കില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. കേരളത്തിനായി പ്രവർത്തിക്കുന്നത് അച്ഛന് കൊടുത്ത വാക്കാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പിതാവ് MK ചന്ദ്രശേഖരന്റെ വിയോഗശേഷം തിരുവനന്തപുരത്ത് മടങ്ങിയെത്തി പങ്കെടുത്ത ആദ്യ പൊതുപരിപാടിയിൽ സംസാരിക്കവെയാണ് രാജീവ് ചന്ദ്രശേഖർ അച്ഛന്റെ ഓർമ്മകൾ പങ്കുവച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ കേസിൽ പരാതിക്കാരിൽ നിന്നും ക്രൈംബ്രാഞ്ച് സംഘം മൊഴിയെടുക്കാൻ തുടങ്ങി. സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തെന്ന കേസിലാണ് നടപടി. പരാതിക്കാരിൽ ഒരാളായ അഡ്വക്കേറ്റ് ഷിൻഡോയിൽ നിന്നും ക്രൈംബ്രാഞ്ച് മൊഴിയെടുത്തു.
പോലീസ് സ്വമേധയാ കേസെടുത്ത ശേഷമാണ് പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. നിലവിൽ 6 പരാതികളാണ് ക്രൈംബ്രാഞ്ചിന് മുന്നിലുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിളിപ്പിച്ചെടുക്കാൻ കഴിയില്ലെന്നും രാഹുലിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവരുന്നുണ്ടെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ്. മുകേഷിനെതിരെ വന്നതുപോലുള്ള പരാതിയല്ല ഇതെന്നും മുകേഷിനെതിരെ പരാതി നൽകിയ ആൾ ഇപ്പോൾ ജയിലിലാണെന്നും സനോജ് ചൂണ്ടിക്കാട്ടി. ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം ശക്തമായി തുടരുമെന്നും സനോജ് വ്യക്തമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് നിയമസഭയിൽ വരുന്നതിന് നിലവിൽ തടസ്സമില്ലെന്ന് സ്പീക്കർ എൻ ഷംസീർ. രാഹുൽ പ്രതിയെന്ന റിപ്പോർട്ട് ഇന്നലെ 4 മണിവരെ ലഭിച്ചിട്ടില്ലെന്നും ഷംസീർ വിവരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ കഴിഞ്ഞ ദിവസം കുറിപ്പ് പങ്കുവച്ച പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മയെ തള്ളി സിപിഐ. ശ്രീനാദേവി പാർട്ടിയുടെ പേരിൽ ജയിച്ച ജില്ലാ പഞ്ചായത്ത് അംഗമാണെങ്കിലും ഇപ്പോൾ അവർക്ക് പാർട്ടിയുമായി ബന്ധമില്ലെന്നും അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ സിപിഐക്ക് ഉത്തരവാദിത്തമില്ലെന്നും സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗവും അടൂർ മണ്ഡലം സെക്രട്ടറിയുമായ മുണ്ടപ്പള്ളി തോമസ് പറഞ്ഞു. മരണപ്പെട്ട ജീവനക്കാരുടെ സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് പോളിസി ആനുകൂല്യം നിഷേധിച്ചതിനെ തുടർന്ന് ഇൻഷുറൻസ് വകുപ്പ് 4,37,200 രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ഉപഭോക്തൃ കമ്മീഷൻ വിധിച്ചു. കുറ്റിപ്പുറത്തെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ അധ്യാപിക മരണപ്പെട്ടതിനെ തുടർന്ന് സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസിനെ ആനുകൂല്യത്തിനായി സമീപിച്ചപ്പോൾ പോളിസി ആനുകൂല്യം നിഷേധിച്ച സംഭവത്തിലാണ് ഉപഭോക്തൃ കമ്മീഷൻ നഷ്ടപരിഹാരം 1 മാസത്തിനകം നൽകാൻ വിധിച്ചത്. സുന്ദരിപ്പൂവേ പൂത്തുമ്പികളെ ചിരി ചിരി ചെറു ചിരി പൊളി പൊളി അടിപൊളി Pulimutil Silks presents Unskippable Onam Collections. Starts at just ₹299. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സുപ്രീംകോടതിയിലെ നിലപാട് തിരുത്തുന്ന വിഷയത്തിൽ വ്യക്തത വരുത്തുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ശബരിമലയുടെ ആചാരം, അനുഷ്ഠാനം എന്നിവ സുപ്രീംകോടതിയെ ബോധ്യപ്പെടുത്താൻ പരിശ്രമിക്കും. ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നാണ് നിലപാടെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിയമവിധേയമായി ആലോചിച്ച് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ പാർലമെന്റിൽ നിയമം പാസാക്കുമെന്നാണ് പറഞ്ഞതെന്നും അദ്ദേഹം BJPയെ ഓർമ്മിപ്പിച്ചു. ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിൽ ഗ്ലോബൽ ബ്രാഹ്മിൺ കൺസോർഷ്യം പങ്കെടുക്കും. ദേവസ്വം മന്ത്രിയുടെ ക്ഷണമനുസരിച്ചാണ് തീരുമാനമെന്നും സർക്കാർ ആചാരാനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കുമെന്ന ഉറപ്പ് സ്വാഗതാർഹമാണെന്നും ഗ്ലോബൽ ബ്രാഹ്മിൺ കൺസോർഷ്യം ഭാരവാഹികൾ അറിയിച്ചു. രാഷ്ട്രീയത്തിനുപരിയായി ശബരിമലയുടെ പുരോഗതിക്ക് പ്രവർത്തിക്കുമെന്ന് ദേവസ്വം പ്രസിഡന്റിന്റെ നിലപാടിനെ പിന്തുണയ്ക്കുന്നതായി ഗ്ലോബൽ ബ്രാഹ്മിൺ കൺസോർഷ്യം ഭാരവാഹികൾ അറിയിച്ചു. ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഓണാവധിക്ക് ശേഷം ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പരിഗണിക്കും. അവധിക്കാല ബെഞ്ചിന് മുന്നിൽ ഹർജി വന്നെങ്കിലും ദേവസ്വം ബെഞ്ചിലേക്ക് മാറ്റുകയായിരുന്നു. ആഗോള അയ്യപ്പ സംഗമം സംബന്ധിച്ച് കോടതി രേഖകൾ ചോദിച്ചെങ്കിലും ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരോ ദേവസ്വം ബോർഡോ അന്തിമ തീരുമാനം എടുത്തില്ലെന്നും യാതൊരു ഉത്തരവുകളും പുറപ്പെടുവിച്ചിട്ടില്ലെന്നും പ്രോസിക്യൂഷൻ മറുപടി നൽകി. സംസ്ഥാന സർക്കാർ അയ്യപ്പ സംഗമം നടത്തുന്നതിൽ സാധാരണ ഭക്തർക്ക് എന്ത് ഗുണമാണെന്ന് പന്തളം കൊട്ടാരം നിർവാഹക സംഘം. യുവതീ പ്രവേശന വിഷയത്തിൽ സുപ്രീംകോടതിയിൽ സർക്കാർ നിലപാട് തിരുത്തണമെന്നും യുവതീ പ്രവേശന കാലത്തെ കേസുകൾ പിൻവലിക്കണമെന്നും 2018-ലുണ്ടായ നടപടികൾ ഇനിയൊരിക്കലും ഉണ്ടാകില്ലെന്ന് സർക്കാർ ഭക്തർക്ക് ഉറപ്പ് നൽകണമെന്നും പന്തളം കൊട്ടാരം നിർവാഹക സംഘം ആവശ്യപ്പെട്ടു. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന് തെറ്റുപറ്റിയെന്ന് കണ്ണൂർ കളക്ടർ മൊഴി നൽകിയിട്ടില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. നവീൻ ബാബു അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥനല്ലെന്നും മന്ത്രി പറഞ്ഞു. ADMന്റെ ആത്മഹത്യയ്ക്ക് ശേഷം കണ്ണൂരിലെ റവന്യൂ വകുപ്പ് പരിപാടികളിൽ നിന്ന് വിട്ടുനിന്ന മന്ത്രി 10 മാസങ്ങൾക്ക് ശേഷം ഇന്നലെ കളക്ടറുമായി വേദി പങ്കിട്ടു. കാലടി ചെങ്ങൽ സെന്റ് ജോസഫ് ഗേൾസ് ഹൈസ്കൂളിൽ ഭക്ഷ്യവിഷബാധയെന്ന് വിവരം. 40ഓളം കുട്ടികൾ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടി. ഓണസദ്യയിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധയെന്നാണ് പ്രാഥമിക നിഗമനം. സ്വകാര്യ ആശുപത്രികൾക്കെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചികിത്സാ ചെലവ് ഭീമമായി കൂടുന്നുവെന്നും പലരും ലാഭം മാത്രം നോക്കി ആശുപത്രി നടത്തുന്നുവെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. ഒരേ നടത്തിപ്പുകാർ പല ആശുപത്രികളാണ് നടത്തുന്നത്. ലാഭത്തിന് വേണ്ടി നിക്ഷേപിക്കുന്നുവെന്നും ചികിത്സയല്ല ലാഭം മാത്രമാണ് ഇവരുടെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
ഈ പ്രവണത നല്ലതല്ലെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. കനിവ് ആംബുലൻസ് സർവീസ് കരാറുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന 250 കോടി രൂപയുടെ കമ്മീഷൻ ഇടപാടിൽ സർക്കാർ ഇതുവരെ പ്രതികരണം നടത്താത്തതിൽ വിമർശനവുമായി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല രംഗത്ത്. സർക്കാർ യാതൊരു പ്രതികരണവും നടത്താത്തത് പച്ചയായ കുറ്റസമ്മതമായി കണക്കാക്കാവുന്നതാണെന്നും കമ്മീഷൻ കിട്ടാത്ത ഒരു ഇടപാടും നടത്താത്ത സർക്കാരായി പിണറായി വിജയൻ മാറിയിരിക്കുകയാണെന്നും ചെന്നിത്തല പറഞ്ഞു. ആരോഗ്യമേഖല ആകെ സ്തംഭിച്ചിരിക്കുകയാണെന്നും നാഥനില്ല കളരിയായി മാറിയിരിക്കുകയാണെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. വഖഫ് നിയമത്തിനെതിരെ സമസ്ത വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചു. വഖഫ് ഭേദഗതി നിയമം ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ വിധി പറയാനിരിക്കെയാണ് പുതിയ ഹർജിയുമായി സമസ്ത വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചത്. നിയമത്തിൽ അടിയന്തര സ്റ്റേ ആവശ്യപ്പെട്ടാണ് അഭിഭാഷകനായ സുൽഫിക്കർ അലി വഴി സമസ്ത കോടതിയിൽ ഹർജി നൽകിയത്. പുതിയ നിയമം ഉപയോഗിച്ച് വഖഫ് ഭൂമികൾ ഏറ്റെടുക്കുകയോ സ്വഭാവം മാറ്റുകയോ ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിക്കുന്നുണ്ടെങ്കിലും ചില സംസ്ഥാനങ്ങളിലെങ്കിലും കാര്യങ്ങൾ മറിച്ചാണെന്ന് ഹർജിയിൽ പറയുന്നു. ചെങ്ങറ ഭൂസമര പ്രദേശത്തെ കുടുംബങ്ങളുടെ ജീവിതാവസ്ഥ മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. 1136 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ബന്ധപ്പെട്ട മന്ത്രിമാർ ഉദ്യോഗസ്ഥരുമായും പ്ലാന്റേഷൻ കോർപ്പറേഷൻ, ഫാമിംഗ് കോർപ്പറേഷൻ തുടങ്ങിയവരുമായും ചർച്ച ചെയ്ത് ഇക്കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കും. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട കേസ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറി. നിലവിൽ കണ്ണൂർ സിറ്റി അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഗുരുതര കുറ്റകൃത്യമായതിനാലും ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ വിശദമായ അന്വേഷണം നടത്തേണ്ട സാഹചര്യത്തിലുമാണ് വിശദ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. നിയമസഭയിലെ ഓണാഘോഷ പരിപാടിക്കിടെ ജീവനക്കാരൻ കുഴഞ്ഞുവീണു മരിച്ചു. നിയമസഭയിലെ സീനിയർ ഗ്രേഡ് ലൈബ്രറിയൻ വി ജുനൈസാണ് മരിച്ചത്. 46 വയസ്സായിരുന്നു. വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയാണ്. നിയമസഭയിൽ നടന്ന ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി നൃത്തം ചെയ്യുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിയായ ആയിഷ റഫയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇന്നലെ കസ്റ്റഡിയിലെടുത്ത ആൺ സുഹൃത്തിന്റെ അറസ്റ്റ് ഇന്നുണ്ടായേക്കും. കോഴിക്കോട്ടെ ജിമ്മിൽ ട്രെയിനറായ ബഷീറുദ്ദീനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താനാണ് പോലീസിന്റെ നീക്കം. അത്തോളി തോരായിക്കടവ് സ്വദേശിയായ 21കാരി ആയിഷ റഷയെ ബഷീറുദ്ദീന്റെ എരഞ്ഞിപ്പാലത്തെ വാടക വീട്ടിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മംഗളൂരുവിൽ 3ാം വർഷ ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിനിയായിരുന്നു ആയിഷ റഫ. കൺഗ്രാചുലേഷൻസ് മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFയുടെ പുതിയ ഹാർമണി ചിട്ടി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. 20% എഥനോൾ കലർത്തിയ പെട്രോൾ വിൽപ്പന നിർബന്ധമാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ എഥനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാമിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പൊതു താൽപര്യ ഹർജി സുപ്രീം കോടതി തള്ളി. ഹർജി പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് K വിനോദ് ചന്ദ്രൻ എന്നിവരടങ്ങിയ ബെഞ്ച് ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ചു. ഹർജിക്ക് പിന്നിലെ ഉദ്ദേശത്തെക്കുറിച്ച് അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണി ആശങ്ക പ്രകടിപ്പിച്ചു. ഇതിനു പിന്നിൽ വലിയൊരു ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇന്ത്യ ഏത് തരം ഇന്ധനം ഉപയോഗിക്കണമെന്ന് രാജ്യത്തിന് പുറത്തുള്ളവരാണോ നിർദ്ദേശിക്കേണ്ടതെന്നും AG വിമർശിച്ചു. ഇന്ത്യ ചൈന ബന്ധത്തിലെ പുരോഗതിയെ CPM ജനറൽ സെക്രട്ടറി MA ബേബി സ്വാഗതം ചെയ്തു. അതിർത്തി ചർച്ചകൾ, കൈലാസ് മാനസരോവർ യാത്ര പുനരാരംഭം, നേരിട്ടുള്ള വിമാന സർവീസുകൾ എന്നിവയെക്കുറിച്ചുള്ള കരാറുകളെയും അദ്ദേഹം പ്രശംസിച്ചു. മൈസൂരു ദസറ സാംസ്കാരികോത്സവമാണെന്നും ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർ മാത്രമേ ഉദ്ഘാടനം ചെയ്യാൻ പാടുള്ളൂ എന്നില്ലെന്നും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. ദസറ ഉദ്ഘാടനം ചെയ്യാൻ ബുക്കർ സമ്മാന ജേതാവ് ബാനു മുഷ്താഖിനെ ക്ഷണിച്ചതിനെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ബീഹാറിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് വരെ വോട്ടർ പട്ടികയിൽ തിരുത്തലുകൾക്ക് അവസരമുണ്ടെന്ന് സുപ്രീംകോടതി അറിയിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പരാതികളിലെ തുടർ നടപടികളിൽ കമ്മീഷന് വീഴ്ചയുണ്ടെന്ന് വിമർശിച്ച കോടതി വോട്ടർമാരെ സഹായിക്കുന്നതിന് ലീഗൽ സർവീസസ് അതോറിറ്റി വോളണ്ടിയർമാരെ നിയോഗിക്കാൻ നിർദ്ദേശിച്ചു. ഇതിനിടെ പുറത്തുവന്ന കരട് പട്ടികയിൽ നിരവധി ഇരട്ട വോട്ടുകളുള്ളതായി റിപ്പോർട്ടേഴ്സ് കളക്ടീവ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് 6 ആഴ്ചയ്ക്ക് ശേഷം ജഗദീപ് ധൻകർ ഔദ്യോഗിക വസതി ഒഴിഞ്ഞു.
സൌത്ത് ഡൽഹിയിലെ ഛത്തർപൂർ മേഖലയിലെ സ്വകാര്യ ഫാം ഹൌസിലേക്കാണ് അദ്ദേഹം താമസം മാറിയതെന്ന് ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യൻ ജനതയുടെ ചെലവിൽ ബ്രാഹ്മണർ ലാഭം കൊയ്യുന്നെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാണിജ്യ ഉപദേഷ്ടാവിന്റെ പ്രസ്താവനയെ പിന്തുണച്ച് കോൺഗ്രസ്. പീറ്റർ നവാരോയുടെ പ്രസ്താവന വസ്തുതാപരമായി ശരിയാണെന്ന് കോൺഗ്രസ് നേതാവ് ഉദിത് രാജ് പറഞ്ഞു. കച്ചത്തീവ് തിരിച്ചുപിടിക്കണമെന്ന വികാരം തമിഴ്നാട്ടിൽ ശക്തമാകുന്നതിനിടെ ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകെ കച്ചത്തീവ് ദ്വീപ് സന്ദർശിച്ചു. ചരിത്രത്തിൽ ആദ്യമായി ഈ ദ്വീപിലെത്തുന്ന ലങ്കൻ പ്രസിഡന്റായും ദിസനായകെ മാറി. തമിഴ്നാട്ടിൽ നിന്നുള്ള നടനും രാഷ്ട്രീയ നേതാവുമായ വിജയുടെ കച്ചത്തീവ് വിഷയത്തിലെ പരാമർശങ്ങൾക്ക് പിന്നാലെയാണ് ലങ്കൻ പ്രസിഡന്റിന്റെ അപ്രതീക്ഷിത സന്ദർശനം. ദ്വീപിലെ മത്സ്യത്തൊഴിലാളികളുമായി സംസാരിക്കാനും രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുമെന്ന് ഉറപ്പു നൽകാനുമാണ് ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് ദിസനായകെ വ്യക്തമാക്കി. ചരിത്രത്തിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്ക കെടുതിയിൽ പാകിസ്ഥാൻ. പാകിസ്ഥാനിലെ നദികളിൽ വെള്ളം എക്കാലത്തെയും ഉയർന്ന നിലയിലാണ് ഉള്ളത്. ആഗോളതാപനം മൂലം മഴക്കാലം സാരമായ കെടുതിയാണ് പാകിസ്ഥാനിൽ വിതച്ചത്. കാലാവസ്ഥാ വ്യതിയാനം സാരമായി ബാധിക്കുന്ന മേഖലയിലാണ് പാകിസ്ഥാനുള്ളത്. മേഘവിസ്ഫോടനവും അതിശക്ത മഴയും മിന്നൽ പ്രളയത്തിനും മണ്ണിടിച്ചിലിനും പാകിസ്ഥാനിൽ കാരണമായിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിലുണ്ടായ ഭൂകമ്പത്തിൽ കുനാർ നങ്കർഹാർ പ്രവിശ്യകളിലായി ഇതുവരെ 812 പേർ മരിച്ചതായി റിപ്പോർട്ടുകൾ. 2800 പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. അതേസമയം പ്രതികൂല കാലാവസ്ഥയും ദുർഘടമായ പ്രദേശങ്ങളുമായതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണെന്നും റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. റിക്ടർ സ്കെയിലിൽ 6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ കുനാർ ഗ്രാമത്തിലെ 3 ഗ്രാമങ്ങൾ അപ്പാടെ ഇല്ലാതായെന്നാണ് റിപ്പോർട്ട്. വിദൂരങ്ങളിലുള്ള ഒറ്റപ്പെട്ട് കിടക്കുന്ന മലമ്പ്രദേശങ്ങളിലേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താനായിട്ടില്ല. ഈ മേഖലകളിൽ നിരവധി വീടുകൾ നിലംപൊത്തിയെന്നാണ് വിവരം. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള തീരുവ വെട്ടിക്കുറയ്ക്കാമെന്ന് ഇന്ത്യ വാഗ്ദാനം ചെയ്തെന്ന പുതിയ അവകാശവാദവുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ ഇന്ത്യയുടെ വാഗ്ദാനം ഏറെ വൈകിപ്പോയെന്നും വർഷങ്ങൾക്ക് മുൻപേ ചെയ്യേണ്ടതായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു. ഇന്ത്യ യുഎസ് വ്യാപാര ബന്ധം ഒരു ദുരന്തമായിരുന്നുവെന്നും ഏകപക്ഷീയമായിരുന്നുവെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രതികരണമെന്നതും ശ്രദ്ധേയമായി. ടിയാൻജിനിൽ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി നടക്കുന്നതിനിടെ ഇന്ത്യ യുഎസ് ബന്ധത്തെ പുകഴ്ത്തി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. 21ാം നൂറ്റാണ്ടിനെ നിർവചിക്കാൻ പോന്നതാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധമെന്ന് റൂബിയോ പറഞ്ഞു. യുഎസും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം പുതിയ ഉയരങ്ങളിലെത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കാഫ നേഷൻസ് കപ്പിൽ ശക്തരായ ഇറാനോട് പൊരുതിത്തോറ്റ് ഇന്ത്യ. ആദ്യ പകുതിയിൽ ഇറാനെ പ്രതിരോധ പൂട്ടിട്ട് തളർത്തിയ ഇന്ത്യ രണ്ടാം പകുതിയിൽ 3 ഗോളുകൾക്ക് വഴങ്ങുകയായിരുന്നു. 89ാം മിനിറ്റിലും ഇഞ്ചുറി ടൈമിലുമാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും ഗോളുകൾ വഴങ്ങിയത്. ആദ്യ പകുതിയിൽ ഇറാന്റെ നിരന്തരമായ മുന്നേറ്റത്തെ തടയുന്നതിൽ ഇന്ത്യൻ പ്രതിരോധം വിജയിച്ചു. IPL മത്സരത്തിനിടെ ശ്രീശാന്തിനെ താൻ തല്ലുന്ന വീഡിയോ മുൻ IPL ചെയർമാൻ ലളിത് മോദി പുറത്തുവിട്ടതിനെതിരെ പ്രതികരണവുമായി മുൻ ഇന്ത്യൻ താരം ഹർഭജൻ സിംഗ്. വീഡിയോ പുറത്തുവിട്ട രീതി തെറ്റാണെന്നും അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നുവെന്നും ഹർഭജൻ വ്യക്തമാക്കി. 18 വർഷം മുൻപ് നടന്നൊരു സംഭവം ആളുകളെല്ലാം മറന്നിരിക്കെ വീണ്ടും ആ വീഡിയോ പുറത്തുവിട്ട് ഓർമ്മിപ്പിച്ചതിന് പിന്നിൽ സ്വാർത്ഥ താൽപര്യമല്ലാതെ മറ്റൊന്നുമില്ലെന്നും ഹർഭജൻ പറഞ്ഞു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.